ഈ വർഷത്തെ ദിവാലി 19th-നാണോ 20th-നാണോ 21st-നാണോ നമുക്ക് നോക്കാം. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ദിവാലി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിക്ടറി ഓവർ നരകാസുരനാണ് അല്ലേ. അപ്പം നരകാസുര വധം അതിൻ്റെ ആ ഒരു വിക്ടറിയുടെ പേരിൽ നരക ചതുർദശി എന്ന പേരിലാണ് സൗത്ത് ഇന്ത്യയിൽ ആ ദിവാലി നമ്മൾ അതിനെ കണക്ക് കൂട്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറ് സാധാരണ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വരുന്ന സമയത്ത് ലക്ഷ്മി പൂജയ്ക്കാണ് പ്രാധാന്യം. അതെപ്പോഴും അവർ തീരുമാനിക്കുന്ന ആ ഒരു അമാവാസ്യ തിഥി അനുസരിച്ചിട്ടാണ്. ഈ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 20th-നാണ്. 20th ഈവനിങ്ങോട് കൂടിയാണ് അമാവാസ്യ തിഥി. അത് ഗണപതി പൂജയ്ക്കും ലക്ഷ്മി പൂജയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമാണ്. പ്രദോഷവും കൂടെ ചേർന്ന് വരുന്ന സമയത്തല്ലേ. പ്രദോഷ സമയത്ത് പരമശിവനെ ശിവതാണ്ഡവ സ്തോത്രത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ ഈ വർഷം എന്ന് പറഞ്ഞാൽ ആ 21st മോർണിംഗിലേക്കും കൂടി കടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 21st ദിവാലി എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇത് കണക്കാക്കിയിട്ടാണ് ഈ 3 ദിവസം വളരെ ഓസ്പീഷ്യസ് ആണെന്ന് പറയുന്നത്. ബട്ട് യു ക്യാൻ സെലിബ്രേറ്റ് ദ ഫെസ്റ്റിവൽ യുവർ വേ അല്ലേ. അപ്പോൾ ഏത് ദിവസമാണെന്ന് വെച്ചാൽ സന്തോഷമായിട്ട് ആഘോഷിക്കും. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദിവാലി ആശംസകൾ.